ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കുന്ന ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് ഡീൽസ് വിത്ത് ദ ഇന്റർ കൺവേർഷൻ ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് കെമിക്കൽ എനർജി. ഒന്നുകൂടി ഞാൻ പറയാം: ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് ഡീൽസ് വിത്ത് ദ ഇന്റർ കൺവേർഷൻ ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് കെമിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ച്. അതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ ഇതാണ്: കെമിക്കൽ എനർജിയുടെയും ഇലക്ട്രിക്കൽ എനർജിയുടെയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റം. കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറാം, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ചാണ് ഇലക്ട്രോ കെമിസ്ട്രി. അപ്പോൾ ഒന്നുകൂടെ ഓർക്കുക: ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് ഡീൽസ് വിത്ത് ദ ഇന്റർ കൺവേർഷൻ ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് കെമിക്കൽ എനർജി. അപ്പോൾ ഇവിടെ രണ്ട് പ്രോസസ്സസ് നടക്കുന്നുണ്ട്. ഒന്ന് ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറുന്ന പ്രോസസ്സ്. രണ്ടാമത്തത് കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്ന പ്രോസസ്സ്. ഇത് രണ്ടും നമുക്ക് പരിചയമുള്ള കാര്യമാണ്. ഒന്നാമത്തത് ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നതാണ്. ഇത് എവിടെയെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. നമുക്ക് പരിചയമുള്ള കാര്യമാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, വാട്ടറിൻ്റെ അകത്തൂടെ നമ്മൾ കറണ്ട് പാസ് ചെയ്താൽ, അസിഡിഫൈഡോ ആൽക്കലിയോ ആഡ് ചെയ്ത വാട്ടറിൻ്റെ അകത്തൂടെ കറണ്ട് പാസ് ചെയ്താൽ, അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ, വാട്ടർ ഡിക്കമ്പോസ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറും. അത് നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അതായത് കറണ്ട് പാസ് ചെയ്തപ്പം വാട്ടർ ബ്രേക്ക് ചെയ്ത് കെമിക്കൽ റിയാക്ഷൻ നടന്ന് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറി. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യത്തെ ടൈപ്പ് പ്രോസസ്സാണ് ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് പ്രോസസ്സിൻ്റെ എക്സാമ്പിളാണ് വാട്ടറിൻ്റെ അകത്തൂടെ, അസിഡിഫൈഡ് വാട്ടറിൻ്റെ അകത്തൂടെ കറണ്ട് പാസ് ചെയ്താൽ വാട്ടറിനുണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻ. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നേരെ തിരിച്ചുള്ളതാണ്. അതായത് കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതും നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നതാണ് നമ്മൾ സാധാരണ കാണുന്ന ബാറ്ററിയൊക്കെ. അതിൻ്റെ അകത്ത് കെമിക്കൽ റിയാക്ഷൻ നടന്നതാണ്. ഒരു ഡ്രൈ സെൽ, ഒരു ചെറിയ, നമ്മൾ ടോർച്ചിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഒരു ചെറിയ ബാറ്ററി നമ്മളെടുത്താൽ അത് ടോർച്ചിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് കിട്ടും. എന്ന് വെച്ചാൽ കറണ്ട് ഉണ്ടാകുന്നു. അപ്പോൾ ഈ കറണ്ട് ഉണ്ടാകുന്നത് എങ്ങനെ? ആ ബാറ്ററിക്കകത്തുള്ള കെമിക്കൽ റിയാക്ഷനാണ് അവിടെ ലൈറ്റായിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ നടന്ന കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ രണ്ട് പ്രോസസ്സാണ് നമ്മൾ ഈ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ മെയിനായിട്ട് പറയുന്നത്. ഒന്നുകൂടെ പറയുകയാണെങ്കിൽ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. രണ്ടാമത്തെ നേരെ തിരിച്ച് ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ഈ രണ്ട് കാര്യങ്ങൾക്കും നമ്മൾ ഓരോ പേര് പറഞ്ഞാണ് അത് നടത്തുന്ന ഡിവൈസിനെ വിളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബാറ്ററി എന്ന് പറയുന്നത് അവിടെ നടന്നത് എന്താണ്? കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. നമ്മളതിനെ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയും. കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസിൻ്റെ പേരാണ് ഇലക്ട്രോ കെമിക്കൽ സെൽ. അതുപോലെ ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആയിട്ട് മാറ്റുന്ന ഡിവൈസിൻ്റെ പേരാണ് ഇലക്ട്രോളിറ്റിക് സെൽ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മളിങ്ങനെ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് മുന്നോട്ട് വരുമ്പോൾ പറയുന്നുണ്ട്. ഒന്ന് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയും, രണ്ട് ഇലക്ട്രോളിറ്റിക് സെൽ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ അതിലെ ആദ്യത്തെ ഇലക്ട്രോ കെമിക്കൽ സെല്ലിലേക്കൊന്ന് പോവുകയാണ്. നമ്മളൊരു ഇലക്ട്രോ കെമിക്കൽ സെല്ല് ഫസ്റ്റ് ഇയറിൽ പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഡാനിയൽ സെൽ എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഡാനിയൽ സെൽ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഡയഗ്രം ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഡയഗ്രം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. അവിടെ നമുക്ക് രണ്ട് ബീക്കർ എടുത്ത് വെച്ചേക്കുന്നതായിട്ട് കാണാം. ഒരു ബീക്കറിൽ ഒരു സിങ്ക് റോഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് വെച്ചേക്കുന്നത് 1 മോളാർ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ്റെ അകത്താണ്. അതുപോലെ മറ്റേ ബീക്കറിലെ ഒരു കോപ്പർ റോഡ് കിടപ്പുണ്ട്. അതിട്ട് വെച്ചേക്കുന്നത് 1 മോളാർ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ അകത്താണ്. ഇനി ഈ രണ്ട് സൊല്യൂഷനെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു യു ഷേപ്പിലുള്ള ഒരു ട്യൂബ് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ പേരാണ് സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയും. ഇനി
ആ സിങ്ക് റോഡിനെയും കോപ്പർ റോഡിനെയും തമ്മിൽ കണക്ട് ചെയ്തേക്കുന്ന ഒരു വയർ കാണാം അല്ലേ? അവിടെ ഒരു വോൾട്ട് മീറ്റർ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഡാനിയൽ സെൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെറ്റപ്പ് ഇങ്ങനായിരിക്കും. നമുക്കൊരു കോപ്പർ റോഡ് ഡിപ്ഡ് ഇൻ 1 മോളാർ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, പിന്നെ സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ 1 മോളാർ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ. ഈ രണ്ട് സൊല്യൂഷൻസിനെയും കണക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഇലക്ട്രോഡ്സിനെ, ആ കോപ്പർ റോഡിനെയും സിങ്ക് റോഡിനെയും വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഡ്സ്. ഈ ഇലക്ട്രോഡ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു വയറുണ്ട്. ആ വയറിൻ്റെ അവിടെ നമുക്കൊരു വോൾട്ട് മീറ്റർ കാണാൻ പറ്റും. ഈ വോൾട്ട് മീറ്ററിൻ്റെ ഉദ്ദേശം ഈ സെല്ല് എത്ര വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതാണ് ഒരു ഡാനിയൽ സെൽ. ഒന്നുകൂടെ ഞാൻ പറയുകയാണെ, ഡാനിയൽ സെൽ കൺസിസ്റ്റ് ഓഫ് എ കോപ്പർ റോഡ് dipped in 1 molar copper sulfate solution and a zinc rod dipped in 1 molar zinc sulfate solution. These two electrodes are connected by a metallic wire through a voltmeter and the solutions are connected by a salt bridge. ഇതാണ് ഒരു ഡാനിയൽ സെല്ലിനെ കുറിച്ച് ചോദിച്ചാൽ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ. ഇനി ആ സോൾട്ട് ബ്രിഡ്ജ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ അതിനെ ഉണ്ടാക്കുന്നത്. സോൾട്ട് ബ്രിഡ്ജ് ഉണ്ടാക്കാൻ അതിൻ്റെ അകത്തൊരു ഇനേർട്ട് ഇലക്ട്രോളൈറ്റ് നമ്മൾ ആഡ് ചെയ്യണം. ആ ഇനേർട്ട് ഇലക്ട്രോളൈറ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റ് എടുക്കാം, പൊട്ടാസ്യം ക്ലോറൈഡ് എടുക്കാം, അമോണിയം നൈട്രേറ്റ് എടുക്കാം. അപ്പോൾ ഇതാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ്സ്. ഇതല്ലാതെ മറ്റ് ഇലക്ട്രോലൈറ്റ്സ് യൂസ് ചെയ്യാറില്ല. അതിനൊരു കാരണമുണ്ട്. ഞാനൊന്ന് പറഞ്ഞു, അതൊരു ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് ആവണം. രണ്ടാമത്തത്, ഇവരുടെ രണ്ടുപേരുടെയും അയോണിക് മൊബിലിറ്റി. ഇപ്പോൾ ഒരു ഇലക്ട്രോലൈറ്റ്, ഇപ്പോൾ പൊട്ടാസ്യം നൈട്രേറ്റ് ആണെങ്കിൽ അതിൻ്റെ അകത്തൊരു പൊട്ടാസ്യം അയോണും ഉണ്ട്, ഒരു നൈട്രേറ്റ് അയോണും ഉണ്ട്. ഈ അയോൺസിൻ്റെ സ്പീഡ്, രണ്ട് സൈഡിലേക്കും പോകുന്ന സ്പീഡ് ഒരുപോലെ ആയിരിക്കണം. അതിന് നമ്മൾ വിളിക്കുന്ന ഒരു ടേമാണ് അയോണിക് മൊബിലിറ്റി. അപ്പോൾ ഈ 3 ഇലക്ട്രോലൈറ്റ് മാത്രം സെലക്ട് ചെയ്യാനൊരു കാരണമുണ്ട്. അതിലെ കാറ്റിയോണിൻ്റെയും ആനിയോണിൻ്റെയും. പൊട്ടാസ്യം നൈട്രേറ്റ് ആണെങ്കിൽ പൊട്ടാസ്യം അയോണിൻ്റെയും നൈട്രേറ്റ് അയോണിൻ്റെയും. ഇനി അമോണിയം നൈട്രേറ്റ് ആണെങ്കിൽ അമോണിയം അയോണിൻ്റെയും നൈട്രേറ്റ് അയോണിൻ്റെയും. പൊട്ടാസ്യം ക്ലോറൈഡ് ആണെങ്കിൽ പൊട്ടാസ്യം അയോണിൻ്റെയും ക്ലോറൈഡ് അയോണിൻ്റെയും. അയോണിക് മൊബിലിറ്റി സെയിം ആണ്. അതുകൊണ്ടാണ് ഈ ഇലക്ട്രോലൈറ്റ് മാത്രം നമ്മൾ സോൾട്ട് ബ്രിഡ്ജ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നതും മറ്റ് ഇലക്ട്രോലൈറ്റ് സെലക്ട് ചെയ്യാത്തത്. അപ്പോൾ അത് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം, സോൾട്ട് ബ്രിഡ്ജ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എന്നാണ് സോൾട്ട് ബ്രിഡ്ജിൻ്റെ അകത്തുള്ള ഇലക്ട്രോലൈറ്റിൻ്റെ പ്രത്യേകത. പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ ഇലക്ട്രോലൈറ്റിൻ്റെ പ്രത്യേകതയും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഒരു ഡാനിയൽ സെൽ എന്ന് പറയുന്ന സാധനം. ഈ ഡാനിയൽ സെല്ലിൻ്റെ അകത്ത് നമ്മൾ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. ഡാനിയൽ സെല്ലിൻ്റെ അകത്ത് 2 ഹാഫ് സെല്ല് കണക്ട് ചെയ്താണ് ഒരു സെല്ല് ഉണ്ടാക്കുന്നത്. എല്ലാ ഇലക്ട്രോ കെമിക്കൽ സെല്ലും അങ്ങനെയാണ്. 2 ഹാഫ് സെല്ല് കണക്ട് ചെയ്താണ് ഒരു സെല്ല് ഉണ്ടാക്കുന്നത്. നമുക്ക് ഹാഫ് സെൽ ഏതൊക്കെയാണെന്ന് നോക്കാം. കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റിൻ്റെ അകത്ത് ഇട്ട് വെച്ചേക്കുന്ന അതാണ് ഹാഫ് സെൽ, ഒരു ഹാഫ് സെൽ. അതുപോലെ തന്നെ സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ്റെ അകത്ത് ഇട്ട് വെച്ചേക്കുന്ന ആ ബീക്കറാണ് അടുത്ത ഹാഫ് സെൽ. അപ്പം അങ്ങനെ 2 ഹാഫ് സെല്ല് കണക്ട് ചെയ്താണ് നമ്മളൊരു സെൽ ഉണ്ടാക്കിയത്, ഒരു ഫുൾ സെൽ ഉണ്ടാക്കിയത്. ഈ 2 ഹാഫ് സെല്ലിൻ്റെ അകത്ത് നടക്കുന്ന റിയാക്ഷൻസ് ഡിഫറെൻ്റ് ആണ്. ആ റിയാക്ഷൻസ് അടുത്തായിട്ട് നമുക്കൊന്ന് കാണാം. കോപ്പർ റോഡ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന ആ സൊല്യൂഷൻ്റെ അകത്ത് നടക്കുന്ന റിയാക്ഷൻ കോപ്പറിൻ്റെ റിഡക്ഷൻ ആണ്. റിയാക്ഷൻ ശ്രദ്ധിക്കുക, കോപ്പർ 2+ പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് Cu. അത് റിഡക്ഷൻ ആണ്. അതുപോലെ തന്നെ സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് എന്ന് പറയുന്ന ആ ഹാഫ് സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ ആണ്. അതിൻ്റെ റിയാക്ഷൻ ഇതാണ്, സിങ്ക് ഗീവ്സ് സിങ്ക് 2+ പ്ലസ് 2 ഇലക്ട്രോൺ ഓക്സിഡേഷൻ. ഈ 2 റിയാക്ഷൻസും കൂടെ നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് നെറ്റ് സെൽ റിയാക്ഷൻ കിട്ടും. ശ്രദ്ധിക്കുക, Cu2+ പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് Cu, സിങ്ക് 2+ സിങ്ക് ഗീവ്സ് സിങ്ക് 2+ പ്ലസ് 2 ഇലക്ട്രോൺ. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം Cu2+ gives Cu2+ plus zinc gives zinc 2+ plus Cu.
ഇതാണ് ഡാനിയൽ സെല്ലിൻ്റെ നെറ്റ് സെൽ റിയാക്ഷൻ. നെറ്റ് സെൽ റിയാക്ഷൻ കിട്ടാനായിട്ട് ആനോഡിൽ നടക്കുന്ന റിയാക്ഷനെയും കാഥോഡിൽ നടക്കുന്ന റിയാക്ഷനെയും ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഓക്സിഡേഷൻ ഹാഫ് സെല്ലിൽ നടന്ന റിയാക്ഷനെയും റിഡക്ഷൻ ഹാഫ് സെല്ലിൽ നടന്ന റിയാക്ഷനെയും ആഡ് ചെയ്യുക. ഓക്സിഡേഷൻ ഹാഫ് സെൽ എന്ന് പറഞ്ഞത് നമ്മുടെ സിംഗറോ ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന ആ ഹാഫ് സെല്ലാണ്. അതിനെ ഓക്സിഡേഷൻ ഹാഫ് സെൽ എന്ന് വിളിച്ചതിൻ്റെ കാരണം ഇതാണ്, അതിൻ്റെ റിയാക്ഷൻ ഓക്സിഡേഷൻ ആയിട്ടാണ് നടക്കുന്നത്. കോപ്പർ റോഡ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് റിഡക്ഷൻ ഹാഫ് സെല്ലാണ്. കാരണം അവിടെ നടന്ന റിയാക്ഷൻ റിഡക്ഷൻ ആണ്, നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അപ്പോൾ റിഡക്ഷൻ ഹാഫ് സെല്ലിലെയും ഓക്സിഡേഷൻ ഹാഫ് സെല്ലിലെയും റിയാക്ഷൻസ് ആഡ് ചെയ്താൽ നെറ്റ് സെൽ റിയാക്ഷൻ കിട്ടും. ഇനി ഒരു പോയിന്റ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡാനിയൽ സെൽ എന്ന് പറയുന്ന കാര്യം തീരുകയാണ്. ഈ ഓക്സിഡേഷൻ ഹാഫ് സെൽ ഒന്നുകൂടെ ഓർക്കുക. ഓക്സിഡേഷൻ ഹാഫ് സെൽ എന്ന് പറയുന്നത് സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആയിരുന്നു. അതിൽ സിങ്ക് റോഡ്, ആ സിങ്ക് ഇലക്ട്രോഡിൻ്റെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ റിഡക്ഷൻ ഹാഫ് സെല്ലിലെ കോപ്പർ റോഡ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന ആ ഇലക്ട്രോഡിലെ കോപ്പർ റോഡിൻ്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആനോഡ്. പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിനെ വിളിക്കുന്ന പേരാണ് കാഥോഡ്. അപ്പം കോപ്പർ റോഡ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന ആ ഹാഫ് സെല്ലിലെ കോപ്പർ റോഡിന് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് അത് കാഥോഡായിട്ട് ആക്ട് ചെയ്യും. റിഡക്ഷൻ ഹാഫ് സെല്ല് കാഥോഡാണ്. സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് എന്ന് പറയുന്ന സൊല്യൂഷനിലെ സിങ്ക് ഇലക്ട്രോഡിൻ്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് അത് ആനോഡായിട്ട് ആക്ട് ചെയ്യും. അല്ലെങ്കിൽ പറഞ്ഞാൽ ഓക്സിഡേഷൻ ഹാഫ് സെല്ലിലെ റിയാക്ഷൻ്റെ ഇലക്ട്രോഡിൻ്റെ ചാർജ് നെഗറ്റീവായിരിക്കും, അത് ആനോഡായിരിക്കും. ഇതാണ് നമുക്കൊരു ഡാനിയൽ സെല്ലിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ. അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് ഒരു പൊട്ടൻഷ്യൽ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം ഒരു സെല്ലിൻ്റെ. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മളുടെ ഡാനിയൽ സെല്ലിൻ്റെ അകത്ത് ആ ഇലക്ട്രോണിനെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു വോൾട്ട് മീറ്റർ വെക്കുന്നെന്ന് പറഞ്ഞു. ആ വോൾട്ട് മീറ്റർ കാണിക്കുന്ന ഒരു റീഡിംഗ് ഉണ്ട്. 1.1 വോൾട്ടേലാണ് ഡാനിയൽ സെല്ലിലെ വോൾട്ട് മീറ്റർ കാണിക്കുന്നത്. നമ്മൾ അതിനെ EMF ഓഫ് ദി സെൽ എന്ന് പറയും. ആ EMF ഓഫ് ദി സെൽ അതിൻ്റെ ഷോർട്ട് ഫോമാണ് ഇ സെൽ. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനായിരിക്കും: ഇ കാഥോഡ് മൈനസ് ഇ ആനോഡ്. ഇക്വേഷൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ E0 സെൽ ഈസ് ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. ഇക്വേഷൻ ശ്രദ്ധിക്കുക. നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഈ പറയുന്ന E0 എന്നൊക്കെ പറയുന്നത് ഒന്ന് പഠിച്ചായിരുന്നു, എങ്കിലും ഒന്നുകൂടി ഓർമ്മിപ്പിച്ച് തരികയാണ്. അതിനെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയും. E0 ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 2 ടൈപ്പ് ഉണ്ട്. റിഡക്ഷൻ പൊട്ടൻഷ്യലും ഉണ്ട്, ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും ഉണ്ട്. നമുക്ക് ഡാനിയൽ സെല്ലിലേക്ക് വീണ്ടും ഒന്ന് തിരികെ വിടാം. അവിടെ റിഡക്ഷൻ നടന്നത് ഏത് ഇലക്ട്രോഡാണെന്ന് ഓർക്കുന്നുണ്ടല്ലോ? കോപ്പർ ഇലക്ട്രോഡാണ്. അപ്പോൾ ഈ റിഡക്ഷൻ നടക്കാനുള്ള കോപ്പർ ഇലക്ട്രോഡിൻ്റെ ടെൻഡൻസിക്കാണ് നമ്മൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ദ ടെൻഡൻസി ഓഫ് ആൻ ഇലക്ട്രോഡ് ടു അണ്ടർഗോ റിഡക്ഷൻ ഇസ് കോൾഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഒരു സെല്ലിലെ ഒരു ഹാഫ് സെല്ലിന് റിഡക്ഷൻ നടക്കും, മറ്റേ ഹാഫ് സെല്ലിന് ഓക്സിഡേഷൻ നടക്കും. അപ്പം റിഡക്ഷൻ നടക്കുന്ന ഹാഫ് സെല്ലിൽ ആ ഇലക്ട്രോഡിന് റിഡക്ഷൻ നടക്കാനുള്ള ടെൻഡൻസിയാണ്, അതിൻ്റെ സാധ്യതയാണ് നമ്മൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇനി ഡാനിയൽ സെല്ലിൽ ഓക്സിഡേഷൻ നടക്കുന്നത് സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് എന്ന് പറയുന്ന ഹാഫ് സെല്ലിനാണ് ഓക്സിഡേഷൻ നടന്നത്. ആ സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് എന്ന് പറയുന്ന ആ ഹാഫ് സെല്ലിലെ സിങ്ക് ഇലക്ട്രോഡിന് ഓക്സിഡേഷൻ നടക്കാനുള്ള അതിൻ്റെ ടെൻഡൻസി, അതിൻ്റെ സാധ്യത, അതിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇത് സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണ് ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ അതിന് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയും. അപ്പം സ്റ്റാൻഡേർഡ് കണ്ടീഷൻ നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്: 298 കെൽവിനിലും 1 അറ്റ്മോസ്ഫിയർ പ്രഷറിലും നടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ, ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് ആൻ ഇലക്ട്രോഡ് ടു അണ്ടർഗോ റിഡക്ഷൻ
അറ്റ് ഇറ്റ്സ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ, ദ ടെൻഡൻസി ഓഫ് ആൻ ഇലക്ട്രോഡ് ടു അണ്ടർഗോ ഓക്സിഡേഷൻ അറ്റ് ഇറ്റ്സ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. ഇതാണ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലും ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും. ഡാനിയൽ സെല്ലിലെ ഈ രണ്ട് ഹാഫ് സെല്ലിൻ്റെയും ഓക്സിഡേഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഞാനൊന്ന് പറയുകയാണ്, ഒന്ന് ശ്രദ്ധിക്കുക. E0 Cu2 പ്ലസ് ബാർ Cu ഇസിക്കൽ ടു പ്ലസ് 0.34 വോൾട്ട്. ഇതാണ് കോപ്പറിൻ്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഇനി സിങ്ക് ഇലക്ട്രോഡിൻ്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് E0 സിങ്ക് 2 പ്ലസ് ബാർ സിങ്ക് ഇസിക്കൽ ടു മൈനസ് 0.76 വോൾട്ട്. അപ്പോൾ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക, ഇങ്ങനെ രണ്ട് പൊട്ടൻഷ്യൽ ഉണ്ട്, സ്റ്റാൻഡേർഡ് റിഡക്ഷനും ഉണ്ട്, സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും ഉണ്ടെങ്കിലും നമ്മൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നെ മതി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ വേണമെന്നില്ല. ഇപ്പോൾ സിങ്കിൻ്റെ കാര്യത്തിൽ ഡാനിയൽ സെല്ലിലെ സിങ്ക് ഇലക്ട്രോഡിന് റിഡക്ഷൻ അല്ല ഓക്സിഡേഷനാണ് നടന്നത്. പക്ഷേ ഞാൻ പറഞ്ഞത് അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയിട്ടാണ് പറഞ്ഞത്. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടി. E0 സിങ്ക് 2 പ്ലസ് ബാർ സിങ്ക് ഇസിക്കൽ ടു മൈനസ് 0.76 വോൾട്ട് എന്നാണ് പറഞ്ഞത്. അപ്പം ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ വേണമെന്നില്ല, റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൊണ്ട് തന്നെ നമുക്ക് ഏത് ഇലക്ട്രോഡിൻ്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേ സിങ്ക് ഇലക്ട്രോഡിൻ്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? വളരെ എളുപ്പമാണ്. അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എത്രയാണോ അതിൻ്റെ സൈൻ അങ്ങ് മാറ്റുക. അപ്പോൾ സിങ്ക് ഇലക്ട്രോഡിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ മൈനസ് 0.76 ആണെങ്കിൽ അതിൻ്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ പ്ലസ് 0.76 ആണ്. ഇനി ഒന്നുകൂടെ ഡെഫിനിഷൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. ദ ടെൻഡൻസി ഓഫ് ആൻ ഇലക്ട്രോഡ് ടു അണ്ടർഗോ oxidation is called oxidation potential and the tendency of an electrode to undergo reduction is called reduction potential. നമുക്ക് ഒന്നുകൂടെ സിങ്കിൻ്റെ വാല്യൂയിലേക്ക് വരാം. സിങ്കിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ മൈനസ് 0.76, അത് നെഗറ്റീവാണ് എന്ന് പറഞ്ഞാൽ സിങ്കിന് റിഡക്ഷൻ നടക്കാനുള്ള ടെൻഡൻസി കുറവാണ്. അപ്പോൾ സിങ്കിൻ്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എത്രയാണ്? പ്ലസ് 0.76, അത് പോസിറ്റീവാണ്. അപ്പോൾ സിങ്കിന് റിഡക്ഷനേക്കാട്ടിലും ഓക്സിഡേഷൻ നടക്കാനുള്ള ടെൻഡൻസിയാണ് കൂടുതലായി. അപ്പോൾ നമുക്ക് റിഡക്ഷൻ പൊട്ടൻഷ്യൽ മതി. റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കൂടിയ ഇലക്ട്രോഡിന് റിഡക്ഷൻ നടക്കാനുള്ള ടെൻഡൻസിയും കുറഞ്ഞ ഇലക്ട്രോഡിന് റിഡക്ഷൻ നടക്കാനുള്ള ടെൻഡൻസി കുറവാണ്. അതുകൊണ്ടാണ് അതിൻ്റെ വാല്യൂ കുറഞ്ഞത്, അതിന് ഓക്സിഡേഷൻ നടക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ രണ്ട് വാല്യൂവിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. റിഡക്ഷൻ പൊട്ടൻഷ്യൽ അറിഞ്ഞാൽ മാത്രം മതി. ഒന്നുകൂടെ പറയുകയാണ്, റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടിയ ഇലക്ട്രോഡിന് റിഡക്ഷനും റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കുറഞ്ഞ ഇലക്ട്രോഡിന് ഓക്സിഡേഷനും നടക്കും. ഒന്നുകൂടെ സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂസ് നോക്കി. E0 ഓഫ് സിങ്ക് 2 പ്ലസ് ബാർ സിങ്ക് ഇസിക്കൽ ടു മൈനസ് 0.76, അത് നെഗറ്റീവാണ്, കുറവാണ്. കോപ്പറിൻ്റെ വാല്യൂ നോക്കുക. E0 Cu2 പ്ലസ് ബാർ Cu, അതിൻ്റെ വാല്യൂ പ്ലസ് 0.34 ആണ്, പോസിറ്റീവാണ്. അപ്പോൾ ഈ രണ്ട് ഇലക്ട്രോഡിൽ കുറഞ്ഞത് സിങ്ക് ആയതുകൊണ്ട് സിങ്കിന് ഓക്സിഡേഷൻ നടക്കുകയും റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കൂടിയത് കോപ്പർ ആയതുകൊണ്ട് കോപ്പറിന് റിഡക്ഷൻ നടക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ഡാനിയൽ സെല്ലിൻ്റെ അകത്തു നിന്ന് നമുക്ക് കിട്ടുന്ന റിഡക്ഷൻ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ വാല്യൂവിനെ കുറിച്ചുള്ള ഒരു ഐഡിയ. അപ്പോൾ നമ്മൾ ഈ സെല്ല് നേരത്തെ പറഞ്ഞിരുന്നു, ഈ സെൽ ഇസിക്കൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്, അല്ലെങ്കിൽ E0 സെൽ ഇസിക്കൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. അപ്പോൾ നമുക്കിവിടെ ഒരു ഇക്വേഷൻ എഴുതാം. നമ്മുടെ ഡാനിയൽ സെല്ലിലെ കാഥോഡ് ഏതാണ്? കോപ്പർ ഇലക്ട്രോഡാണ്. ആനോഡ് എന്ന് പറയുന്നത് സിങ്ക് ഇലക്ട്രോഡാണ്. അപ്പം ഡാനിയൽ സെല്ലിൻ്റെ E0 സെൽ ഇസിക്കൽ ടു E0 Cu2 പ്ലസ് ബാർ Cu മൈനസ് E0 Zn2 പ്ലസ് ബാർ Zn. അപ്പം നമുക്കതിൻ്റെ E0 സെൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. കോപ്പറിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ പ്ലസ് 0.34 മൈനസ് സിങ്കിൻ്റെ വാല്യൂ മൈനസ് 0.76. അപ്പം ഇങ്ങനെ വരും പ്ലസ് 0.34 പ്ലസ് 0.76. അത് രണ്ടും കൂടെ അണിയുമ്പോൾ 1.1 വോൾട്ട് എന്ന് വരും. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു നമ്മുടെ ഡാനിയൽ സെല്ലിൽ ഒരു വോൾട്ട് മീറ്റർ ഉണ്ട്. ആ വോൾട്ട് മീറ്റർ കാണിക്കുന്ന റീഡിങ് 1.1 ആണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സെല്ലിൻ്റെ, ഗാൽവാനിക് സെല്ലിൻ്റെ അല്ലെ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ നമുക്ക് EMF കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. EMF ഈസിക്കൽ ടു E0 സെൽ ഈസ് ഈക്വൽ ടു E0 കാഥോഡ് മൈനസ്
E0 ആനോഡ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഥോഡിനെ ആനോഡിനെ തിരിച്ചറിയണം. കാഥോഡിനെ ആനോഡിനെ തിരിച്ചറിയാനുള്ള മാർഗം ഇതാണ്. നമ്മൾ സെല്ല് കൺസ്ട്രക്ട് ചെയ്യാൻ എടുക്കുന്ന ഇലക്ട്രോഡ്സ് ഏതാണോ ആ ഇലക്ട്രോഡ്സിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ അറിയുക. ആ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കൂടിയ ഇലക്ട്രോഡ് കാഥോഡായിട്ടും റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കുറഞ്ഞ ഇലക്ട്രോഡ് ആനോഡായിട്ടും ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇത്രയും ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.